ഭൂമിയിലിപ്പോൾ ഒരു മനുഷ്യൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഒരു പെൺകുട്ടി. അവളുടെ പേര് ഇവ എന്നാണ്. കൂട്ടിനായി ഒരാൾ കൂടെയുണ്ട്. പക്ഷേ ഒരു റോബോട്ട്. വെറും റോബോട്ടല്ല, ഒരു മിലിറ്ററി റോബോട്ട്. കൂട്ടുകാരെ 2023 പുറത്തിറങ്ങിയിട്ടുള്ള ദ ലാസ്റ്റ് സ്പാർക്ക് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു കിഡിലൻ അപ്പോക്കാലിപ്റ്റിക് പടമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോക്കാലിപ്റ്റിക് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതൊരു ദൃശ്യം വരുന്നതായിരിക്കും. പിന്നെ പോരാത്തതിന് സിനിമയുടെ അവസാനം ഒരു കിടുക്കാച്ചി ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കൂല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഭൂമിയിലിപ്പോൾ മനുഷ്യന്മാർക്ക് വാസയോഗ്യമല്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് മൊത്തം പൊല്യൂഷനാണ്. എവിടെയും താമസിക്കാനായിട്ട് പറ്റില്ല. ചില മിടുക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് പുറത്ത് ഒരുപാട് ഗ്രഹങ്ങളിലേക്കൊക്കെ താമസിക്കാനായിട്ട് റോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിനുള്ള ടിക്കറ്റിന് പോലും വലിയ പൈസ കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ പോയവരാണെന്നുണ്ടെങ്കിൽ തമ്മിത്തല്ലി ചാവുകയും ചെയ്തു. പിന്നെ ഇപ്പം ഞാനും എൻ്റെ ഈ ഒരു കുഞ്ഞൻ റോബോട്ടുമാണ് ഈ ഒരു ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. നമ്മുടെ നായികയായിട്ടുള്ള ഇവയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവ ഇപ്പോൾ താമസിക്കുന്നത് ഈ ഒരു ബേസിലാണ്. ഒരു വലിയ മലയുടെ മുകളിലാണത്. ഇവയുടെ അച്ഛനാണ് ഈ ഒരു സോളാർ പവേർഡ് മൗണ്ടൻ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവയുടെ കൂടെയുള്ള ഈ ഒരു കുഞ്ഞൻ മിലിറ്ററി റോബോട്ടാണ് ഈ ഒരു ബേസ് മൊത്തം കാത്തു സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണവും കാര്യങ്ങളും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ സിറ്റിയിലേക്ക് പോവുകയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓക്സിജനും കാര്യങ്ങളൊന്നും ശ്വസിക്കാനായിട്ട് പറ്റില്ല. മൊത്തം പൊല്യൂട്ടഡ് ആണല്ലോ. അങ്ങനെ ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഈ ഒരു റോബോട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഇവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെടുത്തോ ഇതെടുത്തോ, മറക്കരുത്, അവിടുത്തെ വായും കാര്യങ്ങളൊന്നും ശ്വസിക്കരുത്, അവിടുത്തെ വെള്ളം കുടിക്കരുത് എന്നൊക്കെ ഇവളോടത്ത് പറഞ്ഞ് ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് അവളെ അവിടെ നിന്ന് യാത്രയാക്കുക. ഇവയുടെ കയ്യിലുള്ള ഓക്സിജൻ സിലിണ്ടറിൽ ഏകദേശം 82% ഓക്സിജൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വണ്ടിയുടെ ഉള്ളിൽ കയറി അപ്പം തന്നെ അവൾ ആ ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഈ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവ പോയപ്പോൾ തന്നെ ഈ ബേസിന് ചുറ്റും ഇപ്പോൾ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെയാണ് ഇങ്ങനെ ഇവ ഈ ഒരു ടൗണിലേക്കൊക്കെ പോവുള്ളൂ. അവിടെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ടിൻ ഫുഡും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് മൊത്തം പർച്ചേസിംഗ് ആണ്. ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവൾ എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ സിലിണ്ടറിൽ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവൾ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് അവിടെ നിന്നും ലാവൻഡർ സീഡുകൾ കിട്ടുന്നത്. നമ്മൾ ചില സിനിമാ പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, അത് തന്നെ. ആ ഒരു വിത്തിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ ആവശ്യമുള്ള കുറേ പൈപ്പും കുടച്ചക്രവും ഒക്കെ എടുത്തിട്ട് അവൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബോർഡിൽ അവൾ ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവൾ എഴുതി വെക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും സർവൈവേഴ്സ് ഉണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ തിരികെ നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബേസിലേക്ക് എത്തുന്നുണ്ട്. ഓരോ തവണ ബേസിലേക്ക് കയറുമ്പോഴും നമ്മുടെ കുഞ്ഞൻ മിലിറ്ററി റോബോട്ടായിട്ടുള്ള ആർതർ അവളുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും. ഇപ്പം നിലവിലുള്ള പാസ്വേഡ് എന്ന് പറയുന്നത് സ്കാർലെറ്റ് എന്നാണ്. അവളത് പറയുകയും ചെയ്യും. അപ്പോഴേക്കും അവനാണെന്നുണ്ടെങ്കിൽ അവളെ ഈ ഒരു ബേസിലേക്ക് കയറാനായിട്ട് അനുവദിക്കുകയും ചെയ്യും. പിന്നെ ബേസിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റെറിലൈസേഷനും മറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് അവൾ ഉള്ളിലേക്ക് കയറുക. അതേപോലെ പലർക്കും അവൾ റേഡിയോ സന്ദേശങ്ങളും മറ്റൊക്കെ അയക്കും. ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന ലൊക്കേഷനിലാണ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു റെസ്പോണ്ടും ഉണ്ടാവാറില്ല. ഈ ബേസിനുള്ളിലായിട്ട് അവൾക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം മറ്റൊക്കെ ഉണ്ട്. നേരത്തെ ടൗണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ടിൻ ഫുഡും മറ്റൊക്കെ കറക്റ്റായിട്ട് അവൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എത്ര മാസത്തേക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. സത്യം പറഞ്ഞാൽ അവൾക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനും അവളുടെ കൂട്ടിനായിട്ടില്ല. അകപ്പാടുള്ളത് ഈ റോബോട്ടാണ്. റോബോട്ടിൻ്റെ അടുത്ത് എത്ര നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാരുടെ ഫീലിംഗും മറ്റൊന്നും റോബോട്ടുകൾക്ക് അറിയില്ലല്ലോ. എങ്കിലും ഈ ഒരു കുഞ്ഞൻ റോബോട്ടായിട്ടുള്ള ആർത്തറിൻ്റെ അടുത്ത് ഇവൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ ഒരു വലിയ ഷീറ്റും മറ്റൊക്കെ വെച്ചിട്ട് ഒരു മേൽക്കൂര പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആർത്തർ റോബോട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളാണെന്നുണ്ടെങ്കിൽ തമാശയ്ക്കാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ, ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ആർത്തറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവയ്ക്ക് അത്രയധികം ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു റോബോട്ടായിട്ട് പോലും ഇവള് ഈ റോബോട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഇവ എങ്ങനെ 3 റോബോട്ടുകൾ മരുഭൂമിയിൽ അകപ്പെട്ട ഒരു കഥ ഈ ഒരു നമ്മുടെ ആർതർ റോബോട്ടിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കടങ്കഥ രൂപത്തിൽ ഒരു ചോദ്യം നമ്മുടെ ആർതർ റോബോട്ടിൻ്റെ അടുത്ത് ഇവ ചോദിക്കുകയാണ്. എന്തിനായിരിക്കും ഈ ഒരു 3 റോബോട്ടുകൾ ഈ ഒരു മരുഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നതെന്ന്. അതിൻ്റെ ഉത്തരം പറയാനായിട്ട് നമ്മുടെ ആർതർ റോബോട്ടിന് കഴിയുന്നില്ല. ആർതർ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് വന്നിട്ട് ഇതെന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ ഇതും പറയാൻ സാധിക്കില്ല എന്നാണ് ഇവ പറയുന്നത്. അപ്പോൾ ഈ റോബോട്ട് പറയുന്നുണ്ട്, മനുഷ്യന്മാരെ കല്യാണം കഴിക്കാനായിട്ട് റോബോട്ടുകൾക്ക് പറ്റില്ല, പിന്നീട് അത് വലിയ പ്രശ്നമായിട്ട് തീരും. ഒറ്റപ്പെടൽ എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? അതിനെങ്ങനെയാ? നീ വെറും ഒരു മെഷീനല്ലേ, വെറും മിലിറ്ററി റോബോട്ട്. മനുഷ്യന്മാരുടെ മനസ്സ് കാണാനുള്ള കഴിവൊന്നും നിനക്കില്ല എന്ന് പറയുകയാണ് നമ്മുടെ ഇവ. ഇവയുടെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ബേസിൽ ഇവയെ ആക്കിയിട്ട് പോകുന്നത്. എന്നിട്ട് കമ്പാനിയനായിട്ട് ഈ റോബോട്ടിനെയും കൊടുത്തു. അടുത്ത ദിവസം ക്രിസ്മസ് ആണ്, നമുക്ക് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഒരുക്കണ്ടേ എന്ന് ഈ റോബോട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്.
എന്താണ് ഈ ക്രിസ്മസ് എന്നാണ് അപ്പോൾ ഈ ഒരു മിലിറ്ററി റോബോട്ട് നമ്മുടെ ഇവയുടെ അടുത്ത് ചോദിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഈ ഒരു റോബോട്ടിൻ്റെ പാസ്വേഡ് ഇവൾ ചേഞ്ച് ആക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഇവൾ അടുക്കളത്തോട്ടവും കാര്യങ്ങളൊക്കെ നോക്കി പിന്നീട് ഒരു തക്കാളിയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് അതൊക്കെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ശേഷം കുറച്ച് നേരം വ്യായാമമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ റോബോട്ട് ഈ ഒരു ബേസിന് ചുറ്റും റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും ഇങ്ങോട്ട് അകത്തേക്ക് കടത്തി വിടാനായിട്ട് ഈ റോബോട്ട് സമ്മതിക്കില്ല. പോരാത്തന്നെ ഈ റോബോട്ടിൻ്റെ ഒരു ആർമി റോബോട്ടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു റോബോട്ടിനുണ്ട്. അങ്ങനെ നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ള ആ ഒരു ബോൾസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴും ഈ റോബോട്ടാണെന്നുണ്ടെങ്കിൽ ബേസിൻ്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുന്നുണ്ട്, എന്നിട്ട് തിരികെ പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം എന്തോ ഒരു സാധനം എടുക്കാനായിട്ട് നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രക്കിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് അവൾ ഈ ഒരു ബേസിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ ഈ ഒരു റോബോട്ടാണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഇവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അവൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് ഓർമ്മയില്ല. ആദ്യം ആർദർ തമാശയ്ക്ക് പറയുകയാണെന്ന് വിചാരിച്ചു, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവൾ ആ ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവളെ ഒരു ബേസിലേക്ക് കയറാനായിട്ട് ഈ ഒരു റോബോട്ട് സമ്മതിക്കില്ല. അവളെ വെടിവെക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇവളാകെ പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു പാസ്വേഡ് എഴുതി വയ്ക്കുന്ന ബുക്കാവട്ടെ അവിടെ ബേസിനുള്ളിലുള്ള ഒരു ഫ്രിഡ്ജിൻ്റെ മുകളിലുമാണ്. ആർദറിൻ്റെ അടുത്ത് പല രീതിയിൽ അവൾ ശ്രമിച്ചു നോക്കി. അതായത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഈ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന്. പക്ഷേ വീണ്ടും ആർദർ റോബോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് ചോദിക്കുക. ഇത് ഇവയാണെന്നൊക്കെ ഈ ഒരു റോബോട്ടിന് അറിയാം. പക്ഷേ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പാസ്വേഡ് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു ബേസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അവളെ സമ്മതിക്കുകയുള്ളൂ. ഇവളങ്ങനെ സൈ കെട്ടിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്യാരേജിൻ്റെ അവിടെ പോയിരിക്കുകയാണ്. റോബോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെരിമീറ്റർ മൊത്തം ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഉള്ളിലോട്ട് കിടക്കണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ പലതരത്തിലുള്ള പാസ്വേഡ് ഇടാറുണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അവൾ മറന്നും പോയി. അങ്ങനെ വീണ്ടും ഈ റോബോട്ടിൻ്റെ അടുത്ത് അവൾ വരികയാണ്. എന്നിട്ട് ആ ഫ്രിഡ്ജിൻ്റെ അടുത്തുള്ള ആ വെള്ളം എനിക്കൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. എടുത്തു തരാം എന്നൊക്കെ ഈ റോബോട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു പാസ്വേഡ് നിങ്ങൾ പറയണം എന്ന് പറയുകയാണ്. ഇവൾ പല നിയമങ്ങളും പറഞ്ഞു നോക്കി. അതായത് സാധാരണ മനുഷ്യൻ വെള്ളം കിട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് വെള്ളം കൊടുക്കണം എന്നുള്ള ഒരു ബോധം കാര്യങ്ങളൊന്നും ഒരു റോബോട്ടിനില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ട്, പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പാസ്വേഡ് പറഞ്ഞേ മതിയാകൂ എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ആർദർ റോബോട്ട്. എൻ്റെ പേര് ഇവയാണെന്ന് നിനക്കറിയാലോ, പിന്നെന്താ പ്രശ്നം? അപ്പം ഞാൻ തന്നെയല്ലേ ഇവ, അപ്പോൾ എന്നെ അകത്തോട്ട് വിടണ്ടേ എന്നൊക്കെ റോബോട്ടിൻ്റെ അടുത്ത് പറയുമ്പോൾ വീണ്ടും പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പാസ്വേഡ് പറഞ്ഞേ മതിയാവും എന്ന് പറയുകയാണ്. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്, ഇപ്പോഴും അകത്തേക്ക് കയറാനായിട്ട് അവൾക്ക് പറ്റിയിട്ടില്ല. റോബോട്ടിൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാനായിട്ട് പറ്റുകയില്ല. അപ്പം തന്നെ റോബോട്ട് ഫയർ ചെയ്യും. രാത്രിയായപ്പോൾ ഇവൾക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയായി. കാരണം കുറേ നേരമായിട്ട് പുറത്തിരിക്കുകയാണ്, തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ ഓരോരോ കല്ലൊക്കെ എടുത്തിട്ട് ഈ റോബോട്ടിനെ എറിയുന്നുണ്ട്, എന്നിട്ട് ചിരിക്കുകയാണ്. അന്ന് നമ്മുടെ ഇവ അവിടെ തന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അവളുടെ കോട്ടൊക്കെ ഊരുകയാണ്. എന്നിട്ട് ആ കോട്ട് മറിച്ചിടുകയാണ്. അതായത് വേറൊരാളായിട്ട് ഈ റോബോട്ടിൻ്റെ മുമ്പിലേക്ക് അവൾ ചെല്ലുകയാണ്. ഞാനൊരു റെഫ്യൂജിയാണ്, അതായത് ഒരു അഭയാർത്ഥിയാണ്, എന്നെ ഇവിടെ താമസിക്കാനായിട്ട് അനുവദിക്കണം, ഞാൻ തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല എന്നൊക്കെ ഈ റോബോട്ടിൻ്റെ അടുത്ത് പറയുമ്പോൾ ഈ റോബോട്ട് പറയുകയാണ്, ഇവ എന്ന് പറയുന്ന എൻ്റെ യജമാനത്തിൽ പുറത്തു പോയിരിക്കുകയാണ്, ഞാൻ വന്ന ഉടനെ പറയാമെന്ന്, ഇപ്പം നിങ്ങൾ പോകുമെന്നും പറയുന്നു. പിന്നീട് നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ സാധാരണ അവളുടെ വേഷത്തിൽ തന്നെ ഈ റോബോട്ടിൻ്റെ അടുത്ത് വന്നിട്ട് സാധാരണ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നൈസായിട്ട് ബേസിലേക്ക് കയറാൻ നോക്കുമ്പോൾ റോബോട്ട് അപ്പം തന്നെ പാസ്വേഡ് ചോദിക്കും. ഒരു റെഫ്യൂജി വന്നിട്ടുണ്ടായിരുന്നു എന്നും ഇവയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇവയാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ, പിന്നെന്താ എന്നെ അകത്തേക്ക് കയറ്റിയാൽ? പക്ഷേ പാസ്വേഡ് വേണം എന്നാണ് ഇപ്പോഴും ഈ റോബോട്ട് പറയുന്നത്. എന്നാൽ ശരി, ആ റെഫ്യൂജി വരുമ്പോൾ നീ തീർച്ചയായിട്ടും വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ആ ഗ്യാരേജിൻ്റെ മറവിലേക്ക് പോയിട്ട് വീണ്ടും ആ ഒരു റെഫ്യൂജിയുടെ വേഷത്തിൽ ഇവൾ വരികയാണ്. പക്ഷേ അപ്പോഴും ഈ റോബോട്ടാണെന്നുണ്ടെങ്കിൽ ഈ റെഫ്യൂജിയുടെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുകയാണ്. ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ബോർഡർ കടന്നു വരുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്ന പേപ്പേഴ്സ് കാണിക്കാനായിട്ട് പറയുകയാണ് ഈ റോബോട്ട്. ഇവളങ്ങനെ അതൊക്കെ മതിയാക്കിയിട്ട് ഗ്യാരേജിൻ്റെ അവിടെ തന്നെ ഇപ്പോൾ പോയിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായി, അന്നും അവൾ അവിടെ തന്നെ കിടന്നുറങ്ങിയേട്ടാ. എന്നിട്ട് രാവിലെ തന്നെ റോബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. റോബോട്ടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ റോബോട്ട് നല്ല പച്ചയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി എന്നെ ഒരാൾ ആക്രമിക്കാനായിട്ട് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രൂഡർ, അത് ആ ഗ്യാരേജിൻ്റെ പുറകിലുണ്ട്, പിന്നെ ഒരു അഭയാർത്ഥി ഉണ്ട്, അവളും അതിൻ്റെ പുറകിലുണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര നിഷ്കളങ്കനായിട്ടുള്ള റോബോട്ട് അല്ലേ. ഇവ അപ്പോഴും ഒന്ന് ചുണ്ട് നനയ്ക്കാനായിട്ട് ഇച്ചിരിയെങ്കിലും വെള്ളം കൊണ്ടുതാ ആർദറേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആർദർ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രോട്ടോക്കോൾ വിട്ടിട്ട് ഒരു കളിയുമില്ല. ആ പാസ്വേഡ് പറയൂ, ഞാൻ അപ്പോൾ തന്നെ വെള്ളം നൽകാം എന്നാണ് പറയുന്നത്. 2 ദിവസമായിട്ട് തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചിട്ടില്ല. അപ്പോഴാണ് ഇവയ്ക്കൊരു ഐഡിയ തോന്നുന്നത്. അവൾ നേരെ ട്രക്കിൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോണറ്റ് തുറന്നിട്ട് കാറിൻ്റെ ഗ്ലാസ് കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടാവില്ലേ, അത് അവൾ അവിടെ നിന്ന് ആ ഒരു ടാങ്ക് പാടി കൊണ്ട് പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് അവൾ കുടിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ അത് കുടിച്ചപ്പോഴത്തേക്കും അവൾക്ക് ഛർദിയും മറ്റൊക്കെ വരികയാണ്. ഇവൾ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഈ റോബോട്ടിന് നേരെ ആ ഒരു വെള്ള ടാങ്ക് എടുത്ത് എറിയുന്നുണ്ട്. അപ്പോഴാണ് അവൾ കുറച്ച് ദിവസം മുമ്പ് ടൗണിലേക്ക് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ലാവെൻഡർ സീഡ് കാണുന്നത്.
എന്നിട്ട് അവൾ ട്രക്കിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഒരു ചെറിയ കുഴി എടുത്തിട്ട് ആ ഒരു ലാവൻഡർ സീഡ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ഇറ്റിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് മതിയാവില്ലെന്ന് എനിക്കറിയാം, തൽക്കാലം നീ ഇതുകൊണ്ട് വളരെ എന്നവളും പറയുന്നു. അവസാന ശ്രമമായിട്ട് നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു റോബോട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവൾ അകത്തേക്ക് കയറ്റിവിടുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ഈ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്, പാസ്വേഡ് വേണം എന്നാണ് ഈ റോബോട്ട് പറയുന്നത്. അങ്ങനെ പ്രതീക്ഷയെല്ലാം തെറ്റിയിട്ട് അവൾ ആ ഒരു ആണവ നിലയങ്ങളിലേക്കൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും പാസ്വേഡ് ഇല്ലാണ്ട് റോബോട്ട് ബേസിലേക്ക് കടത്തിവിടില്ല. അതിൻ്റെ കൈകൊണ്ട് ചാവുന്നതിലും ഭേദം ടൗണിലേക്ക് പോയിട്ട് ഒരു തുള്ളി വെള്ളം കണ്ടെത്തുക എന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അപകടം നിറഞ്ഞ പണിയാണ്. മാത്രവുമല്ല ഇപ്പോൾ ഇവളുടെ കയ്യിലുള്ള ആ ഒരു ഓക്സിജൻ സിലിണ്ടറിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 18% മാത്രമേ ഓക്സിജൻ ഉള്ളൂ. ഏകദേശം ഒരു 40 മിനിറ്റോളൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. എല്ലാ തവണയും ഇവൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ റോബോട്ട് ഓരോരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ റോബോട്ട് ഒന്നും തന്നെ പറയുന്നില്ല. കാലമാടെ നോക്കുന്ന കണ്ടില്ലേ, തുള്ളി വെള്ളം തരില്ല. വിറുവിറുത്തുകൊണ്ട് നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൗണിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇവ ഇപ്പോൾ പോയിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്കാണ്. അവിടെ ഇപ്പോൾ പ്രവർത്തനം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവളങ്ങനെ ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു ആണവ നിലയത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. അവരുടെ ഓഫീസിലും മറ്റും ഒരു തുള്ളി വെള്ളമെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അവൾ പോകുന്നത്. ഓക്സിജൻ സിലിണ്ടറിൽ ഉണ്ടായിരുന്ന 18% മാറിയിട്ട് ഇപ്പോൾ ഏകദേശം 10% ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വെള്ളം എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഓടി പിടിച്ചിട്ട് അവിടുത്തെ ഓഫീസുകളിലൊക്കെ തിരയുന്നുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും അവൾക്ക് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു റൂമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആണവ നിലയത്തിൻ്റെ മൊത്തം ബ്ലൂ പ്രിൻ്റ് അവൾക്ക് കിട്ടുന്നുണ്ട്. ആ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന, അതായത് വെള്ളം സ്റ്റോർ ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് തുറക്കാനായിട്ട് അവൾക്ക് പറ്റുന്നുമില്ല. അങ്ങനെ ഒരുവിധം ആ ഒരു മാപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റോറേജ് സ്പേസ് അവൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും പൂർണ്ണമായിട്ടും ആ ഒരു ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വഴിയില്ലാതായപ്പോൾ ഓക്സിജൻ പോലും കിട്ടാണ്ടായപ്പോൾ അവൾ ആ ഒരു മാസ്കും മറ്റൊക്കെ അടിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മഴ എടുത്തിട്ട് ആ ഒരു ഡോറ് തല്ലി പൊളിക്കുകയാണ്. ഇനി വേറെ ഒരു വഴിയുമില്ല. പക്ഷേ അങ്ങോട്ടേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ വെള്ളത്തിൻ്റെ ക്യാനുകളിലൊന്നും തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അവൾക്ക് നിരാശ മാത്രമായിരുന്നു ഫലം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇവൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾ അവിടെ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഇറ്റുന്ന സൗണ്ട് അവൾ കേൾക്കുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അതിൽ അവളുടെ രൂപം കണ്ടിട്ട് അവൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ചുണ്ടും കവിളൊക്കെ ആകെ മാറി തുടങ്ങിയിട്ടുണ്ട്. ആ ഇറ്റിറ്റ് വീഴുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അതും നിന്നു പോവുകയാണ്. എല്ലാ പ്രതീക്ഷയും നിലച്ചിരിക്കുകയാണ്. കുറച്ചു നേരം ആ ഒരു ഷവർ നോക്കിയിട്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഒരു ഹോപ്പും ഇല്ലാതായപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങി നടക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പോകുന്ന വഴികളിലൊക്കെ ഒരു തുള്ളി വെള്ളത്തിനായിട്ട് അവൾ അലഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ഒടുവിൽ ട്രക്കും എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു ബേസിലേക്ക് തന്നെ അവൾ എത്തിയിരിക്കുകയാണ്. ഇത്തവണ അവൾ വെറുതെ ഇരുന്നില്ല. ഈ ഒരു റോബോട്ടിൻ്റെ മേലോട്ട് ഈ ഒരു വണ്ടി ഇടിച്ച് കയറ്റാനായിട്ട് പോവുകയാണ്. ആദ്യം അവളൊന്ന് മടിച്ചു, പക്ഷേ പിന്നീട് വളരെ വേഗത്തിൽ ഈ റോബോട്ടിൻ്റെ അടുത്തേക്ക് അവൾ വണ്ടിയായിട്ട് വരികയാണ്. പക്ഷേ അപ്പോഴേക്കും ഈ റോബോട്ടാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നേരെ വെടിവെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവൾ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുന്നു. ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തവിട്ട് പൊടിയായിട്ട് കത്തിപ്പോകുന്നുണ്ട്. ഇവയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ റോബോട്ട് അവളെ കടത്തിവിട്ടില്ല. അങ്ങനെ അവിടെ തന്നെ അവൾ കിടന്നുറങ്ങി. അടുത്ത ദിവസം ആയപ്പോഴേക്കും അവൾക്ക് ഒട്ടും വയ്യാതായിട്ടുണ്ട്. ഓരോത്തിന് പരിക്കും പറ്റിയതുകൊണ്ട് തന്നെ അധിക ദിവസം അവൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഒന്നും തന്നെയില്ല. വീണ്ടും ഒരു ദിവസം കടന്നുപോയി. അന്ന് രാവിലെ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ ഷീറ്റിൻ്റെ ഒരു മേൽക്കൂര ഉണ്ടായിരുന്നില്ലേ, അതിലൊരുപാട് വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ കിരിഞ്ഞിറങ്ങിയിട്ട് അവളുടെ നെറ്റിയിലേക്ക് വീഴുന്നുണ്ട്. അതെല്ലാം ശേഖരിച്ചുകൊണ്ട് അവൾ കുടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ ഇവളിപ്പോൾ വൊമിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ദിവസമായിട്ട് ഒരു ആഹാരവും വയറ്റിലേക്ക് ചെന്നിട്ടില്ലല്ലോ. ആർതർ റോബോട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇനി 2 ദിവസം കൂടി ജീവിച്ചിരിക്കുള്ളൂ. അതിനു മുമ്പായിട്ട് ഈ ഒരു പാസ്വേഡ് പറഞ്ഞുകൂടെയെന്ന്. അങ്ങനെ അന്നത്തെ ദിവസവും കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ കെഞ്ചിയിട്ട് ആർദറിൻ്റെ അടുത്ത് വെള്ളം ചോദിക്കുന്നുണ്ട്. പക്ഷേ പാസ്വേഡ് പറയാണ്ട് വെള്ളം പോലും നൽകിയില്ല എന്നാണ് അപ്പോഴും ആർദർ പറയുന്നത്. ഇവയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അവളൊരു സിമ്പിൾ അവന് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവൾ ബോധം കെട്ട് വീഴുന്നുണ്ട്. പിന്നീട് അവൾ പഴയ കാലത്ത്, അതായത് പണ്ട് ഈ ഒരു ലോകം നല്ല അടിപൊളിയായിരുന്ന കാലത്ത് സ്വപ്നങ്ങളൊക്കെ കാണുന്നു. ഇവ ലാസ്റ്റായിട്ട് നമ്മുടെ റോബോട്ടിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ ഒരു ചെടിക്ക് നീ വെള്ളം നനയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റോബോട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ചെടിയെന്ന്. അപ്പോൾ അവൾ പറയാണ് ലാവെൻഡർ എന്ന്. അപ്പോഴേക്കും അവൾ മരിക്കുകയും ചെയ്യുന്നു. പാസ്വേഡ് കറക്റ്റ് എന്നും ഈ റോബോട്ട് പറയുന്നു. വല്ലാത്തൊരവസ്ഥയല്ലേ.
ആ പാസ്വേഡ് ലാവൻഡർ എന്നായിരുന്നു. റോബോട്ട് അപ്പം തന്നെ വെള്ളം എടുത്തിട്ട് ആ ഒരു ലാവൻഡർ ചെടിക്ക് നനയ്ക്കാനായിട്ട് പോകുന്നു. അപ്പോഴേക്കും മറ്റാരോ ആ ഒരു റേഡിയോ വയർലെസ് സന്ദേശത്തിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അവളൊരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ വന്ന ഈ ഒരു സന്ദേശത്തിന് മറുപടി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇങ്ങനൊരു സീനും കാണിച്ചു കണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ സിനിമ? അടിപൊളിയല്ലേ? ലാസ്റ്റത്തെ ട്വിസ്റ്റ് എങ്ങനെയുണ്ട്? ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ എല്ലാവർക്കും ഒരു മെസ്സേജും കൂടിയാണ് ഈ ഒരു സിനിമ. കാരണം എന്തെങ്കിലും മറന്നു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലൊക്കെ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നീട് പണി കിട്ടും. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ചാനലിൻ്റെ പാസ്വേഡോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ FBയുടെയോ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡോ ഒക്കെ പോയിട്ട് പിന്നീട് അത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു എന്താ പറയുക, ജീവിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആ ഒരു ബേസായിരുന്നു. അതിനുള്ളിലോട്ട് കടക്കാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥ. പിന്നീട് ഇതേ വെള്ളം പോലും കിട്ടാണ്ട് ചത്തുപോയിട്ടുള്ള ആ ഒരു അവസ്ഥയും. എന്തായാലും അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.